നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ പഞ്ചായത്തിന്റെ മെക്കാഡം ടാറിംഗ് പദ്ധതികൾ വീണ്ടും പ്രതിസന്ധിയിൽ. പുതിയ മാനദണ്ഡങ്ങൾ കൂടി പൂർത്തിയായ ശേഷം മാത്രമേ ടാറിംഗ് നടപടികൾ ആരംഭിക്കാൻ പാടുള്ളൂവെന്ന് ചീഫ് എഞ്ചിനീയറുടെ ഉത്തരവ്. പ്രതിസന്ധിയിലായത് ജില്ലയിലെ 3 പ്രധാന റോഡുകൾ. യാത്രക്കാരുടെ വർഷങ്ങളോളമുള്ള കാത്തിരിപ്പിന് വിരാമം. അപകടാവസ്ഥയിലായിരുന്ന കുമ്പള ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് കുമ്പള പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BM മുഹമ്മദ് അലി KCN ന്യൂസിനോട്. തളങ്കര മാലിക് ദിനാർ ജുമാഅത്ത് പള്ളിയുടെ 1416ാമത് സ്ഥാപക വാർഷികത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമിടും. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര വാർഷികോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷികോത്സവത്തിൽ വിവിധ പൂജകളും പരിപാടികളും അരങ്ങേറും. വിഷുവിനെ വരവേൽക്കാനായി കണിവെള്ളരി വിളവെടുപ്പിന്റെ തിരക്കിൽ കുടുംബശ്രീ യൂണിറ്റും കർഷകരും. കടുത്ത ചൂടിലും വെള്ളരി കൃഷിയിൽ വിജയം കൊയ്ത് ഒരു കൂട്ടം കർഷകർ. വിഷുക്കൈതീട്ടവുമായി മധൂർ ജില്ലാ സേവാ സംഘം. 15ഓളം നിർധന കുടുംബങ്ങൾക്ക് വിഷുക്കിറ്റ് വിതരണം ചെയ്ത് മാതൃകയായി മധൂർ യൂണിറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. പദ്ധതിയിലെ നൂലാമാലകൾ അവസാനിപ്പിച്ച് മെക്കാഡം ടാറിങ്ങിനൊരുങ്ങിയ ജില്ലാ പഞ്ചായത്ത് റോഡുകൾ വീണ്ടും പ്രതിസന്ധിയിൽ. പുതിയ മാനദണ്ഡങ്ങൾ കൂടി പൂർത്തിയായ ശേഷം മാത്രമേ ടാറിംഗ് നടപടികൾ ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് ചീഫ് എഞ്ചിനീയറുടെ പുതിയ ഉത്തരവ്. ഇതോടെ ജില്ലയിലെ 3 പ്രധാന ജില്ലാ പഞ്ചായത്ത് റോഡുകളുടെ നിർമ്മാണം വൈകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കാൽനടയാത്ര പോലും ദുസ്സഹമായ ജില്ലാ പഞ്ചായത്ത് റോഡുകളാണ് അധികൃതരുടെ നടപടികൾ മൂലം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നത്. 9.25 കോടിയോളം ചിലവ് കണക്കാക്കി 3 റോഡുകൾ ടെൻഡർ നടപടി പൂർത്തിയായി ടാറിംഗ് ആരംഭിക്കാൻ തയ്യാറെടുക്കവെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ പുതിയ ഉത്തരവ് വന്നത്. ടാറിംഗ് തുടങ്ങാനുള്ള കരാർ ഒപ്പുവെക്കുന്നതിന് മുൻപ് ട്രാഫിക് സർവേ, റോഡുകളുടെ നിലവിലുള്ള അവസ്ഥ എന്നിവ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ചീഫ് എഞ്ചിനീയറുടെ ഉത്തരവ്. ഇതോടെ പ്രതിസന്ധിയിലായത് വിദ്യാനഗർ, നീർച്ചാൽ മുണ്ട്യത്തടക്ക റോഡ്, ബംഗളം, ചായോം, ബളാൽ രാജപുരം റോഡുകളാണ്. നേരത്തെ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടാണ് റോഡുകൾ മെക്കാഡം ടാറിംഗ് നടത്താനായി പദ്ധതി സമർപ്പിച്ചത്. എന്നാൽ പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് അധികൃതർ അനുമതി നിരസിച്ചിരുന്നു. ഇത് KCN വാർത്തയാക്കിയിരുന്നു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം നൽകുകയുണ്ടായി. പിന്നീട് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചീഫ് എഞ്ചിനീയർ പദ്ധതികൾക്ക് അനുമതി നൽകുകയായിരുന്നു. പ്രതിസന്ധികൾ ഒഴിവായി കരാർ ഒപ്പിടാൻ തയ്യാറെടുക്കവെയാണ് വീണ്ടും പുതിയ ഉത്തരവ് പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. ഇതോടെ മഴക്കാലത്തിനു മുൻപ് ടാറിംഗ് പൂർത്തിയാകുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരും പൊതുജനങ്ങളും. ന്യൂസ് ഡെസ്ക് KCN. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരുടെ വർഷങ്ങളോളമുള്ള കാത്തിരിപ്പിന് വിരാമം. അപകടാവസ്ഥയിലായിരുന്ന കുമ്പള ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. വ്യാപാരികളെ നിലനിർത്തി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് കുമ്പള പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BM മുഹമ്മദ് അലി KCN ന്യൂസിനോട് പറഞ്ഞു. കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിലായ കുമ്പള ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഒരുങ്ങി. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ നാട്ടുകാരിൽ ഏറെ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും പഞ്ചായത്തും നൽകിയ ഹർജിയെ തുടർന്നാണ് കുമ്പള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയം പൊളിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ്. സർക്കാരിന്റെ ഉത്തരവ് വന്നതോടെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നാണ് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ 2 വർഷം മുൻപേ കെട്ടിടം പൊളിക്കാൻ തീരുമാനമായതാണെന്നും വ്യാപാരികളും മറ്റും നിവേദനങ്ങൾ നൽകിയതിനു ശേഷം കോടതി തന്നെ നേരിട്ട് കെട്ടിടം പൊളിക്കാനുള്ള അനുമതി നൽകി. വ്യാപാരികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായി പഞ്ചായത്തിൽ നിന്നും 5 കോടി രൂപ പാസ്സായിട്ടുണ്ടെന്നും അതിനുവേണ്ട നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്നും കുമ്പള പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BM മുഹമ്മദ് അലി KCN ന്യൂസിനോട് പറഞ്ഞു. ഗവൺമെൻറ് തലത്തിൽ നിന്നും കോടതിയിലേക്ക് വേണ്ട തീരുമാനത്തിന് അയച്ചിട്ടുണ്ട്. അത് പൊളിച്ചു മാറ്റുവാനും പിന്നീട് അതിൽ ഉള്ള കടക്കാർക്ക്, അതിൽ കച്ചവടം ചെയ്യുന്ന അവരുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റി അത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സും പണിയാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. അത് ഉടൻ തന്നെ പഞ്ചായത്ത് ഇപ്രാവശ്യം ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് വെച്ചിട്ടുണ്ട്. 5 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്.
അത് ഇപ്രാവശ്യം തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് പണിത കെട്ടിടം നാശോന്മുഖമായിരുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ സിമന്റ് പാളികൾ അടർന്നു വീഴുക പതിവായിരുന്നു. കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. കോൺക്രീറ്റ് അടർന്നു വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നത്. അപകടാവസ്ഥയിലായ കെട്ടിടം യാത്രക്കാരിൽ ഭീതി ഉളവാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കി പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഞമ്മക്ക് ഇത് പൊളിച്ചിട്ട് ഇതിനെ കെട്ടണം. പൊളിച്ചിട്ട് കെട്ടിയെങ്കിൽ എത്രയും നല്ലത്. ഞമ്മക്ക് മാത്രമല്ല എത്രയോ ആൾക്കാർക്ക് നല്ലത്. ഇന്നലെ ഈ മഴക്കാലത്ത് വേനൽക്കാലത്ത് ഈ ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഒരു നിൽക്കാൻ എന്നിട്ട് ഒരു സൗകര്യം വേണമല്ലോ. എത്രയോ ആൾക്കാർ കൂടുന്നു ഇവിടെ. ഒരു ഈ ദിവസത്തിൽ ഒരു 10,000 ആൾക്കാരാവും. ഈ കോളേജ് സ്റ്റുഡൻസ് അവർ ഈ ഒരു എല്ലാവരും എല്ലാം ഇളക്കിയിട്ട് ഈ പഞ്ചായത്തിൽ ഒരു ബാത്റൂമായിട്ട് ഈ ആണുങ്ങളത് പോട്ട് ആണുങ്ങൾ എവിടെ അങ്ങ് പോകും. ഈ പെണ്ണ് പിള്ളേരെല്ലാം എവിടെ പോകും? വ്യാപാരികളോട് ഒഴിഞ്ഞുമാറാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പകരം സംവിധാനമില്ലാതെ വ്യാപാരികൾ ഒഴിയാനും തയ്യാറായില്ല. തുടർന്നുണ്ടായ തർക്കമാണ് കോടതിയിലെത്തിയത്. ഇതിനിടെ കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും സമരത്തിനിറങ്ങിയിരുന്നു. ഏറെ അപകടാവസ്ഥയിൽ തുടരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റാനാണ് ഒടുവിൽ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCN. തളങ്കര മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളിയുടെ സ്ഥാപക വാർഷികം ഏപ്രിൽ 13-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്ന ആഘോഷ പരിപാടിയിൽ കർണാടക ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ചെയർമാൻ MA ഗഫൂർ മുഖ്യാതിഥിയായിരിക്കും. തളങ്കര മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളിയുടെ 1416-ാം സ്ഥാപക വാർഷികത്തിന് ഏപ്രിൽ 13-ന് വിവിധ പരിപാടികളോടെ തുടക്കമാകും. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. കർണാടക ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ചെയർമാൻ MA ഗഫൂർ മുഖ്യാതിഥിയായിരിക്കും. മാലിക് ദിനാർ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ മജീദ് ബാഘവി പ്രഭാഷണം നടത്തും. 2012-2013 കഴിഞ്ഞ ഉറൂസ് നടന്നതെങ്കിലും ഇപ്പോൾ പള്ളിയുടെ വിപുലമായ പ്രവർത്തനങ്ങൾ കാരണം ഉറൂസ് അല്പം വൈകിയെങ്കിലും 2017 ഒക്ടോബർ 12-ന് തുടങ്ങുന്ന മതപ്രഭാഷണത്തോടുകൂടി നവംബർ 2 വരെ നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണവും നവംബർ 2 മുതൽ നവംബർ 11 വരെ നീണ്ടു നിൽക്കുന്ന ഉറൂസ് മുബാറക്കും ഇവിടെ നടക്കാൻ പോവുകയാണ്. നവംബർ 13-ന് ഈ പ്രദേശത്തും മറ്റ് പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്ന സർവ്വ വിശ്വാസികൾക്കും അന്നദാനം നൽകപ്പെടുക, അതും ഈ വർഷം ഇൻഷാ അല്ലാഹ് നടത്തണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. സൈനുൽ ആബിദീൻ തങ്ങൾ ദുഗ്ലടുക്ക, മുഹമ്മദ് ഇബ്നു യാസിൻ മുത്തുക്കോയ തങ്ങൾ എന്നിവർ മജ്ലിസിന് നേതൃത്വം നൽകും. ചടങ്ങിൽ മഹൽ ജമാഅത്ത് പ്രസിഡന്റ് മുക്രി ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിക്കും. മതപ്രഭാഷണത്തിനു ശേഷം വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ഖാസി അബ്ദുല്ല ഹാജി ഖാസിയായിരിക്കെയാണ് പള്ളി പുതുക്കി പണിതത്. പള്ളി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും രജബ് മാസം 13-ന് മഗ്രിബ് നമസ്കാരത്തിനു ശേഷം പള്ളിയിൽ മാലിക് ദിനാർ മൗലീദും അനുസ്മരണ പ്രഭാഷണവും നടത്താറുണ്ട്. വിശ്വാസികളിൽ ചരിത്ര പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുകയാണ് ഇത്തരം വാർഷിക നേർച്ചകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മാലിക് ദിനാർ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ മജീദ് ഭാഗവി KCN ന്യൂസിനോട് പറഞ്ഞു. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് വിശ്വാസികളുടെ മഹത്തായ വിശ്വാസം നിലനിർത്തുകയും ഇതിനൊക്കെ വളരെ പഴക്കമുള്ള പാരമ്പര്യങ്ങൾ സമുദായത്തിനുണ്ട് എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാനാണ് എന്ന വിഷയത്തിൽ തർക്കമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മാലിക് ദിനാർ ജുമാ മസ്ജിദിന് 1416 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഈ രേഖകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി വിഷുക്കാഴ്ചകളുമായി വിഷു കൈനീട്ടം. കാസർകോട്ടെ പാടങ്ങളിൽ കണിവെള്ളരി വിളവെടുപ്പിന്റെ തിരക്ക്. കുടുംബശ്രീ യൂണിറ്റുകളും പരമ്പരാഗത കർഷകരുമാണ് വിഷുവിനെ വരവേൽക്കാൻ കടുത്ത ചൂടിലും വെള്ളരി കൃഷിയിൽ വിജയം കൊയ്തത്.
വിഷു വിപണി മുന്നിൽ കണ്ട കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് പാടങ്ങളിൽ വെള്ളരി കൃഷി ആരംഭിച്ചത്. പരമ്പരാഗത കർഷകരും കുടുംബശ്രീ യൂണിറ്റുകളും നടത്തിയ കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് കഴിഞ്ഞു. കിലോ 20 രൂപ നിരക്കിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ വെള്ളരി വിൽപ്പന നടത്തുന്നത്. പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി നടത്തിയത്. കൗവാൽമാടം അയൽക്കൂട്ടം കുടുംബശ്രീയുടെ ഭാഗമായി കണിവെള്ളരി കൃഷി ഫെബ്രുവരി മാസം ആരംഭിച്ചു. ഇന്ന് വിളവെടുത്തു. അപ്പോൾ മാർക്കറ്റിൽ വെള്ളരിക്ക് 20 രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് കണിവെള്ളരി കൃഷി നടത്തുന്നത്. കണിവെള്ളരി ലക്ഷ്യമിട്ട് കൃഷി നടത്തിയ പല പാടങ്ങളിലും ചൂട് കാരണം വെള്ളരി കൃഷിക്ക് വ്യാപകമായി നാശം നേരിട്ടു. അത്യുഷ്ണം കാരണം വിളവെടുക്കാൻ ബാക്കിയുള്ള വെള്ളരി ദിവസവും പലതവണയായി വെള്ളം തെളിച്ച് വിഷുവിന് കണിയൊരുക്കാനായി സംരക്ഷിച്ചു വരികയാണ് കർഷകർ. വിളവെടുക്കുന്ന വെള്ളരി കുടുംബശ്രീ യൂണിറ്റുകൾ VFPCKയുടെ വിൽപ്പന സ്റ്റാളുകളിലേക്കാണ് എത്തിക്കുന്നത്. വിഷു കൈനീട്ടവുമായി മധൂർ ജില്ലാ സേവാ സംഘം 15ഓളം കുടുംബങ്ങൾക്കാണ് മധൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിഷു കിറ്റ് വിതരണം ചെയ്തത്. മീപ്പുഗിരിയിൽ നടന്ന പരിപാടി കാളിയങ്കാട് മൂകാംബിക ക്ഷേത്രാധികാരി മഹാലിംഗപത്രി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സേവാ സംഘം മധൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിഷു കിറ്റ് വിതരണം നടന്നു. മീപ്പുഗിരിയിൽ നടന്ന പരിപാടി കാളിയങ്കാട് മൂകാംബിക ക്ഷേത്രാധികാരി മഹാലിംഗപാത്രി ഉദ്ഘാടനം ചെയ്തു. സേവാസംഘം മുൻ പ്രസിഡന്റ് കൃഷ്ണഗംഗ അധ്യക്ഷനായി. മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ്, കമലാക്ഷ സുവർണ, ചന്ദ്രശേഖര ചിപ്ലിക്കോട്ട, സരോജിനി ഗുരുജി, രഘു മീപ്പുഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ಕೇವಲ ಪಾಪ ಜನಗಳಿಗೆ ಒಂಜಿ ಪುರ್ತ ನುಪ್ಪು ಕುರುಪಣ ಆ ಒಂದು ಭಾಗ್ಯನ ಈ ಬಿಲಾವ ಸಂಘ ಆಯುಷ್ಮಾನ್ ಪುಣಂಜನ ಅವಳ ಈ ಮಹಾತಾಯಿನ ಸನ್ನಿಧಾನ ಮೂಕಾಂಬಿಕಾ ಬೇತೆ ಅನ್ನಪೂರ್ಣ ಬೇತೆ ಈ ಮರಣಿಗೆ ಆವಹಿಸಿದ್ದಾರೆ. ಶ್ರೇಷ್ಠತೆ ನಿಕ್ಲೆಗೆ ಆ ರೀತಿ ಅಕ್ವಿತರಣೆ ಮಾಡ್ತಾರ. ನಿಕ್ಲೆಲ್ಲ ಇಲ್ಲಲ್ಲ ಅಕ್ಷಯ ಪಾತ್ರ ತುಂಬಾಡು ಅಂಚನೆ ಕೊರ್ನಂಚಿನ ಬಿಲ್ಲವ ಸಂಘ ಸಮಸ್ತ ಸದಸ್ಯ ಪದಾಧಿಕಾರಿಗಳ ಆ ಮಹಾಶಕ್ತಿ ಅನ್ನಪೂರ್ಣೆ ಅದು ಒಳ್ಳಿದು ನಂದು ಉಮದಾದ ಭವಿಷ್ಯತ್ಕಾರಗಳ 110,000 ಜನಕುಲೆ ಕೊರ್ಪುನಂಚಿನ ಯೋಗ್ಯನು ಆ ಮಹಾಶಕ್ತಿ ಎತ್ತವಾಡು ಮಾತ್ರ ಮಹಾಶಕ್ತಿ ಅಷ್ಟಲಕ್ಷ್ಮಿ ಅದು ಉಳಿದು ಇಷ್ಟಾರ್ಥನ ಸಿದ್ಧಿ ಮಲ್ಪಡ್ಪಂಡದು ಇಂಚಿನ ಯೋಗ್ಯತೆ ಮಾತ್ರ ತಿಕ್ಕುನಂಚಿನ ಆ ಪುಣ್ಯ ನಮಕ ದೇವಿಯರು ಒದಗದು ಕೊಡ್ತೇವೆ ಅಂಚನೆ ಈ ಬಿಲ್ಲವ ಸಂಘ സമസ്ത ദേക്കളികള രണ്ട് പാത്ര പങ്ക്. പരിപാടിയുടെ ഭാഗമായി 15ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷികോത്സവത്തിന് ഏപ്രിൽ 13 കൊടിയേറും. ദേരബാലു ഹരികൃഷ്ണ തന്ത്രി, മേൽശാന്തി V ശ്രീകൃഷ്ണ ഉപാധ്യായ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ 5 ദിവസം നീളുന്ന വാർഷികോത്സവത്തിന് ഏപ്രിൽ 13 കൊടിയേറും. ദേരബാലു ഹരികൃഷ്ണ തന്ത്രി, മേൽശാന്തി V ശ്രീകൃഷ്ണ ഉപാധ്യായ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുക. വിഷു സംക്രമ ദിനമായ 13 കൊടിയേറ്റത്തിനു ശേഷം സഹസ്ര കുംഭാഭിഷേകം, തുലാഭാരം, തായമ്പക, ഉത്സവ ബലി എന്നിവയാണ് പ്രധാനമായും നടക്കുക. വിഷുദിനമായ 14 ദീപോത്സവവും വിഷുക്കണി, പഞ്ചവാദ്യം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. 16 ഉളിയത്തെടുക്ക മൂലസ്ഥാനത്തേക്ക് ഉത്സവ ബലി ഘോഷയാത്ര നടക്കും. മധൂർ വെടിത്തറയിൽ കരുമരുന്ന് പ്രയോഗവും 17 ആറാട്ടുത്സവത്തോടെയും പരിപാടികൾക്ക് സമാപനമാകും. കൊടിയേറ്റത്തോടെ വാർഷികോത്സവവും തുടങ്ങുന്ന മധൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി കാണാനായും മറ്റും എത്തുന്നവർക്കായി പ്രത്യേകം ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. യുണൈറ്റഡ് അണങ്കൂർ ക്ലബ് മെമ്പർഷിപ്പ് ഉദ്ഘാടനം ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിറ്റി ഗോൾഡ് കരീം ടേക്ക് ഓഫ് ഫെയിം ഫസ്ലു അണങ്കൂരിന് നൽകി നിർവഹിച്ചു. ഹമീദ്, റസാഖ്, നൌഷാദ്, കബീർ, ഷാഹു, വഹാബ്, അബ്ദുൽ ഖാദർ, ഹനീഫ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പണമില്ലാത്തവർ 4 പ്രായപരിധി കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ സാധിക്കാത്ത പല കുടുംബങ്ങൾ ഇങ്ങനെയുള്ള മേഖലകൾക്ക് തുറന്നു തരുന്നതാണ് പ്രവാചക സന്ദേശം. അത് മനസ്സിലാക്കി ശബരിമലയിലെ കൊടിമരം മാറ്റാനുള്ള തീരുമാനം പ്രസ്തുത സമയത്ത് അനിവാര്യമായിരുന്നില്ലെന്ന് അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്ഥാപക നേതാവ് അയ്യപ്പദാസ്. മുള്ളേരിയ ബെങ്കത്തടുക്കയിൽ അയ്യപ്പ ഭജന മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഈ വേളയിൽ KCN ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ശബരിമലയിലെ നിലപാടുകൾ തുറന്നടിച്ചത്.
മുള്ളേരിക്ക് സമീപം വെങ്കത്തടുക്കയിൽ നിർമ്മിച്ച അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അയ്യപ്പദാസ്. അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്ഥാപക നേതാവും മുതിർന്ന ധാർമ്മിക നേതാവും കൂടിയായ അയ്യപ്പദാസ് ശബരിമലയിലെ വിശ്വാസപരമായ ആചാരങ്ങളുടെയും നിലവിലെ സാഹചര്യങ്ങളുടെയും നിലപാടുകൾ KCN ന്യൂസിനോട് പങ്കുവച്ചു. ഇപ്പോൾ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ തവണ വിവിധ കാരണങ്ങൾ പറഞ്ഞ് 2 മണിക്കൂർ സമയം ദീർഘിപ്പിച്ചു. തീർത്ഥാടന സൗകര്യം അതിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് ബോർഡർ തീരുമാനം എടുക്കുന്നു, അതിന് തന്ത്രിയെ കൊണ്ട് റാൻ മൂളിപ്പിക്കുന്നു. അല്ലാതെ ദേവഹിതം നോക്കി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ദേവഹിതം നോക്കിയല്ല ചെയ്യുന്നത് എന്ന് അസന്നിഗ്ധമായിട്ട് പറയേണ്ടി വരുന്നു. ശബരിമലയിലെ കൊടിമരം മാറ്റാനുള്ള തീരുമാനം പ്രസ്തുത സമയത്ത് അനിവാര്യമല്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്സവ അടിയന്തരം കൂടി കഴിഞ്ഞതിന് ശേഷം കൊടിമരം പറിച്ചിരുന്നുവെങ്കിൽ ഭഗവാന് യാതൊരു തടസ്സവും കൂടാതെ ഈ വർഷത്തെ ഉത്സവം കൂടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെയ്ത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ധാരാളമായിട്ടും ഉത്സവം മാറ്റിവെക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. അപ്പോൾ ഏതാനും ചില ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നു, അത് നടത്തുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശബരിമലയെ പോലുള്ള ഒരു സാഹചര്യത്തിൽ, ശബരിമല പോലുള്ള ലോകപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ 1-2 പേരുടെ തന്നിഷ്ടം കാണിക്കുന്നത് ഒരു കാരണവശാലും അവരെത്ര ഉന്നതരായിരുന്നാലും അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നതിന് ഭക്തർക്ക് സാധിക്കില്ല എന്ന വസ്തുതയും ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശിയായ അയ്യപ്പദാസ് വർഷങ്ങളായി ശബരിമല വിശ്വാസാചാരങ്ങളിൽ പങ്കാളിയാണ്. ന്യൂസ് ഡെസ്ക് KCN. SKSSF കാസർഗോഡ് ജില്ലാ സമ്മേളനം മദീന പാഷൻ ഏപ്രിൽ 14, 15, 16 തീയതികളിൽ നടക്കും. തളങ്കര മാലിക് ദിനാറിൽ പ്രത്യേകം സജ്ജമാക്കിയ ഹുദൈബിയ നഗറിലാണ് സമ്മേളനം നടക്കുക. വിവിധ ദിവസങ്ങളിലായി നിരവധി പ്രമുഖർ സമ്മേളനത്തിൽ എത്തിച്ചേരും. PKP അബ്ദുൾ സലാം മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിക് ദിനാറിൽ പ്രത്യേകം സജ്ജമാക്കിയ ഹുദൈബിയ നഗറിലാണ് സമ്മേളനം നടക്കുക. 14-ന് വൈകിട്ട് മാലിക് ദിനാർ മക്കാം സിയാറത്തോടെ സമ്മേളനം ആരംഭിക്കും. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ യഹിയ തളങ്കര പതാക ഉയർത്തും. 5 മണിക്ക് മാനവികതയ്ക്ക് മദീനയുടെ സ്നേഹം എന്ന വിഷയത്തിൽ മതസൗഹാർദ്ദ സമ്മേളനം നടക്കും. തുടർന്ന് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് PKP അബ്ദുൾ സലാം മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ ഏറ്റവും ജീവനുള്ള പോഷക ഘടകമായ SKSSFൻ്റെ അതിൻ്റെ ജില്ലാ സമ്മേളനം വരുന്ന 14, 15, 16 തീയതികളിൽ കാസർഗോഡ് തളങ്കരയിലെ വാദി ഹുദൈബിയയിൽ വെച്ച് ചേരുകയാണ്. അന്നേ ദിവസം രാത്രി മജ്ലിസ് ഉന്നൂർ സംഗമവും ഖുത്ബ സംഗമവും സംഘടിപ്പിക്കും. 15-ന് സമ്മേളന നടപടികൾ UN അബ്ദുൾ റഹ്മാൻ മൗലവി ഉദ്ഘാടനം ചെയ്യും. 16-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നിരവധി പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനം അന്ന് അവിടെ മാലിക് ദിനാറിൽ വെച്ച് നടക്കും. കാസർഗോഡിൻ്റെ പ്രത്യേകമായ ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് ഉദ്ഘാടന സമ്മേളനം മാനവികതയ്ക്ക് മദീനയുടെ സ്നേഹം എന്ന ഒരു സൗഹാർദ്ദ സംഗമത്തിലൂടെയാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PKP അബ്ദുൾ സലാം മുസ്ലിയാറാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ താജുദ്ദീൻ ദാരിമി, ത്വാഖ അഹമ്മദ് മൗലവി, ഇബ്രാഹിം ഫൈസി, ഹാരിസ് ദാരിമി, സുഹൈർ അസ്ഹരി, MA ഖലീൽ, അബ്ദുൾ നാഫിയ തുടങ്ങിയവർ സംബന്ധിച്ചു. നോട്ട് ക്ഷാമം. ജില്ലയിലെ ATMകൾ അടഞ്ഞു തന്നെ. വിഷു അടുത്തതോടെ പണം കയ്യിലെത്താതെ ജനം നട്ടം തിരിയുന്നു. നോട്ടുകളുടെ ക്ഷാമം ATMകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ജില്ലയിലെ മിക്ക ATMകളും അടഞ്ഞ നിലയിലാണ്. റിസർവ് ബാങ്കിൽ നിന്നും ആവശ്യത്തിന് നോട്ടുകൾ എത്താത്തതാണ് ATMകളുടെ പ്രവർത്തനങ്ങൾ തകിടം മറിച്ചത്. 2 ദിവസമായി മിക്ക ATMകളും അടഞ്ഞു കിടക്കുകയാണ്. വിഷുവും ഈസ്റ്ററും അടുത്തു വന്നതോടെ ചൊവ്വാഴ്ച ATMകൾക്ക് മുന്നിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പക്ഷേ ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ ഭൂരിഭാഗം പേർക്കും തിരിച്ചു പോകേണ്ടി വന്നു. പുതിയ 500 രൂപയുടെ ക്ഷാമവും 2000 രൂപ നിക്ഷേപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ വരുത്താത്തതും വിനയായി തീർന്നു.
ചില ബാങ്കുകളുടെ ATMകളിൽ തിങ്കളാഴ്ച രാത്രിയോടെ പണം നിറച്ചിരുന്നുവെങ്കിലും ചൊവ്വാഴ്ച ഉച്ചയോടെ ATMകൾ കാലിയാവുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് പുതിയ ഭക്ഷ്യനയം രൂപീകരിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നീലേശ്വരം യൂണിറ്റ് രൂപീകരിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി. നീലേശ്വരം വ്യാപാര ഭവനിൽ നടന്ന യോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. അത്രയും നല്ല രീതിയിൽ നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചതിനെ വളരെ സന്തോഷത്തിലാണ്. കാസർഗോഡാണ് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പണ്ട് ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന അന്നത്തെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴേ നിങ്ങളെ പ്രവർത്തനം ഈ കാര്യങ്ങൾ അറിയും. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇനി സംഘടിച്ച് ശക്തരാവല്ലാതെ നമുക്ക് നമ്മുടെ സ്ഥാപനം കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കാതെ. ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ നിയമങ്ങളാണ് നമുക്ക് അടിച്ചേൽപ്പിക്കുന്നതെന്നല്ലെങ്കിൽ യാതൊരു കണക്കില്ല. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്, ആരൊക്കെയാണ് ഹോട്ടൽ പരിശ്രമിക്കുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. ഇതിൻ്റെ എല്ലാം പുറമെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ, അതായത് പ്രാദേശിക സ്ഥലങ്ങളിലെ ഹോട്ടലുകൾ പരിശ്രമിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. യൂണിറ്റ് പ്രസിഡന്റ് CH മുഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ KP ജയരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് മുതിർന്ന നേതാക്കളെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് PC ബാവ ചികിത്സാ സഹായം വിതരണം ചെയ്തു. ഇബ്രാഹിം പറമ്പത്ത്, G ജയപാൽ, KP ബാലകൃഷ്ണ പൊതുവാൾ, GK പ്രകാശ്, C ബിന്ദുലാൽ എന്നിവർ സംസാരിച്ചു. CV പ്രകാശൻ സ്വാഗതം പറഞ്ഞു. വിശ്വാസവും കണ്ണിന് കുളിർമയുമേകി ലക്ഷം ദീപം സമർപ്പണം. നീലേശ്വരം തൈക്കടപ്പുറം പാലിച്ചോൺ ദേവസ്ഥാനത്താണ് ലക്ഷം ദീപം സമർപ്പിച്ചത്. ദേവപ്രീതിക്കും ഭക്തജനക്ഷേമത്തിനും വേണ്ടിയായിരുന്നു ദീപസമർപ്പണം. തൈക്കടപ്പുറം പാലിച്ചോൺ ദേവസ്ഥാനത്താണ് ലക്ഷം ദീപ സമർപ്പണം നടന്നത്. ക്ഷേത്രം തന്ത്രി EG രാജൻ ശാന്തി ആദ്യ ദീപം കൊളുത്തിയതോടെ ക്ഷേത്രത്തിലെത്തിയ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിന് ചുറ്റിലുമായി ഒരുക്കിയ മൺചിറാതിലേക്ക് ദീപം കൊളുത്തി. ക്ഷേത്രവും പരിസരവും ലക്ഷം ദീപങ്ങളാൽ അലങ്കൃതമായപ്പോൾ ഭക്തജനങ്ങൾക്കത് വിശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭൂതി പകർന്നു നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാ പഞ്ചായത്തിന്റെ മെക്കാഡം ടാറിംഗ് പദ്ധതികൾ വീണ്ടും പ്രതിസന്ധിയിൽ. പുതിയ മാനദണ്ഡങ്ങൾ കൂടി പൂർത്തിയായ ശേഷം മാത്രമേ ടാറിംഗ് നടപടികൾ ആരംഭിക്കാൻ പാടുള്ളൂവെന്ന് ചീഫ് എഞ്ചിനീയറുടെ ഉത്തരവ്. പ്രതിസന്ധിയിലായത് ജില്ലയിലെ 3 പ്രധാന റോഡുകൾ. യാത്രക്കാരുടെ വർഷങ്ങളോളമുള്ള കാത്തിരിപ്പിന് വിരാമം. അപകടാവസ്ഥയിലായിരുന്ന കുമ്പള ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് കുമ്പള പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BM മുഹമ്മദ് അലി KCN ന്യൂസിനോട്. തളങ്കര മാലിക് ദിനാർ ജുമാഅത്ത് പള്ളിയുടെ 1416ാമത് സ്ഥാപക വാർഷികത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമിടും. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര വാർഷികോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷികോത്സവത്തിൽ വിവിധ പൂജകളും പരിപാടികളും അരങ്ങേറും. വിഷുവിനെ വരവേൽക്കാനായി കണിവെള്ളരി വിളവെടുപ്പിന്റെ തിരക്കിൽ കുടുംബശ്രീ യൂണിറ്റും കർഷകരും. കടുത്ത ചൂടിലും വെള്ളരി കൃഷിയിൽ വിജയം കൊയ്ത് ഒരു കൂട്ടം കർഷകർ. വിഷുക്കൈതീട്ടവുമായി മധൂർ ജില്ലാ സേവാ സംഘം. 15ഓളം നിർധന കുടുംബങ്ങൾക്ക് വിഷുക്കിറ്റ് വിതരണം ചെയ്ത് മാതൃകയായി മധൂർ യൂണിറ്റ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.